ഇവിടെ അയാൾ നദിയുടെ വെള്ളം രുചിച്ചു നോക്കുകയാണ്. അതിനുശേഷം അയാൾ ആ നദിയുടെ ഉള്ളിലേക്ക് നടന്നു നീങ്ങി. ഇപ്പോൾ അയാൾ പൂർണ്ണമായും നദിയുടെ ഉള്ളിലാണുള്ളത്. ഇതെല്ലാം കരയിൽ നിന്നും കണ്ടുകൊണ്ട് നിന്ന ആളുകളെല്ലാം തന്നെ ഭയന്നു പോയി. ഒരുപാട് നേരമായിട്ടും അയാളെ കാണാത്തത് കൊണ്ട് തന്നെ അവരെല്ലാം അയാളെ അന്വേഷിക്കാനായി തീരുമാനിച്ചു. എല്ലാവരും അന്വേഷിച്ചെങ്കിലും അയാളെ കണ്ടെത്താനായില്ല. അങ്ങനെ അവർ തിരിച്ചു പോകാനായി തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അയാൾ ആ നദിയിൽ നിന്നും പുറത്തേക്ക് വന്നു. നദിയുടെ ഉള്ളിലേക്ക് പോയ മനുഷ്യൻ മറ്റൊരാളുടെ കയ്യിൽ എന്തോ ഒന്ന് കൊടുക്കുന്നു. നോക്കുമ്പോൾ അതെല്ലാം സ്വർണ്ണത്തരികളായിരുന്നു. ഈ സ്ഥലത്ത് നിറയെ സ്വർണ്ണമുണ്ടെന്നറിഞ്ഞ എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നു. എന്നാൽ എല്ലാ സ്വർണവും ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഈ ഓഫീസർ ഇനി വേറെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സ്വർണമുള്ളതെന്ന് അയാളോട് ചോദിക്കുകയാണ്. ആ ഓഫീസർ നല്ലവനാണെന്ന് വിചാരിച്ച് അയാൾ സ്വർണമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ മാപ്പിൽ അടയാളപ്പെടുത്തി കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഓഫീസർ അയാളെ ഷൂട്ട് ചെയ്യുകയാണ്. കാരണം ഇനി ഇയാൾ മറ്റൊരാൾക്കും ഈ സ്ഥലം കാണിച്ചു കൊടുക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം ഇയാൾ അയാളുടെ കുഞ്ഞിനെയും ഷൂട്ട് ചെയ്യാനായി ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ആ കുഞ്ഞൊരു പുലിയെ പോലെ ചാടി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. എന്നാൽ രക്ഷപ്പെട്ട കുഞ്ഞ് ആ മറയിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ ആ കുഞ്ഞൊരു വളർന്ന പയ്യനായി മാറിയിരിക്കുകയാണ്. സത്യത്തിൽ ഇവന് ഏത് രൂപത്തിൽ വേണമെങ്കിലും മാറാനായി കഴിയും. അതുകൊണ്ടാണ് ഇവനൊരു കുഞ്ഞിന്റെ രൂപത്തിൽ മാറാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ വയസ്സായ ആൾക്കും ഒരു സൂപ്പർ പവർ ഉണ്ട്. അതുകൊണ്ടാണ് ഇയാൾക്കും ഒന്നും സംഭവിക്കാതെ ജീവനോടെ എഴുന്നേൽക്കാൻ കഴിഞ്ഞത്.